എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ലൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിത് ഒരു മുറി തേങ്ങയുടെ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 5-6 വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കോൽപ്പുളി, 2-3 തണ്ട് വേപ്പിൻ്റെ ഇല. ചീഞ്ചട്ടി ചൂടായതിന് ശേഷം തേങ്ങ ഇടാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നാളികേരം അടിയിൽ പിടിക്കും. നമ്മളിതിൽ യാതൊരുവിധ ഓയിലുകൾ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുക്കണം. ഇത് എൻ്റെ അച്ഛമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ പണ്ടൊക്കെ ആൾക്കാരെന്താ വെച്ചാൽ തേങ്ങ കൊത്താക്കി എടുത്തിട്ട് അടുപ്പിലത്തെ തീക്കനലിൽ ചുട്ടെടുക്കുക ചെയ്യാറ്. അപ്പോൾ അടുപ്പ് ഇപ്പോൾ മിക്ക വീട്ടിലില്ലാത്ത കാരണമാണ് ഞാനിങ്ങനെ അത് ചീഞ്ചട്ടിയിൽ വറുത്തെടുക്കുന്നത്. അടുപ്പ് വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ അത് തീക്കനലിൽ തേങ്ങ കൊത്താക്കി എടുത്തിട്ട് ചുട്ടെടുത്താൽ മതി, കൈ പൊള്ളിക്കാണ്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് മഴക്കാലത്ത് രാത്രിയിലെ ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റാണിത് ഈ ചമ്മന്തി. അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനൊക്കെ നല്ലതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങ ആയിട്ടുണ്ട്, വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വറ്റൽമുളക് ഞാൻ ഈ ഗ്യാസിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പം അത് കൈ പൊള്ളിക്കാണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വീർത്ത് വരും, അത് ഉണ്ടയായിട്ട് വരും, കരിയാൻ പാടില്ല. ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ അടുപ്പൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് തീക്കനലിൽ ഇങ്ങനെ ഓരോന്നായിട്ട് കൈ പൊള്ളിക്കാണ്ട് ചുട്ടെടുത്താലും മതി. ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ നമ്മുടെ പണികൾ. എളുപ്പമാണിത്. ഇത് മിക്സിയിൽ നമുക്ക് ചൂടാറിയതിന് ശേഷം അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഒരു 5 വറ്റൽമുളകാണ് ഇടുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്താൽ മതി. പിന്നെ കുറച്ച് കോൽപ്പുളി, ആവശ്യത്തിന് ഉപ്പ്, 1-2 തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ആദ്യം തന്നെ ഇത് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വെള്ളം കൂടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം ചേർക്കാണ്ട് ആദ്യം തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതേ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്ന് വെച്ചെങ്കിൽ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മഴക്കാലത്ത് രാത്രിയിൽ ചുടുകഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.